എ സജീവൻ, ഇതാ നോക്കൂ, അൻവർ എന്ത് പറഞ്ഞാണോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നിലമ്പൂരിൽ, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ മാസങ്ങളിലൊന്നും ഇപ്പോൾ ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയിലുണ്ട്. അതിനൊന്നിനും ആയുസ്സില്ലാതെ, തെളിയിക്കാൻ സാധിക്കാതെ, അതൊക്കെ വെറും ബലൂൺ, ഊതി ഉറപ്പിച്ച ബലൂണായി മാറി അത് ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അൻവർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നിനും ആയുസ്സില്ല. ഇനി അൻവർ പിണറായിയെ തെറി വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അൻവറിനെ കൂടെ നിർത്തി അദ്ദേഹത്തിനോടൊപ്പമുള്ള കുറേ ആളുകളുണ്ട്, അവരുടെ വോട്ടൊക്കെ വാങ്ങി ആര്യാടൻ ഷൗക്കത്തിനെ, UDFനെ അവിടെ വിജയിപ്പിച്ചെടുക്കാം എന്ന് കരുതിയവർക്ക് ഇപ്പോൾ M സ്വരാജ് കൂടി എത്തിയത് രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുമ്പോൾ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ എന്ന് താങ്കൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും UDFന്റെ ഇപ്പോഴത്തെ നില കുറെ പരുങ്ങലിലാണ്. കാരണം സ്വരാജ് വന്നത് ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അൻവറിന്റെ ഈ ഇടച്ചിൽ, അത് സ്വാഭാവികമായിട്ടുണ്ടായ അൻവറിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം കൊണ്ടുണ്ടായതല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവറിനെ ആരൊക്കെയോ ഇക്കാര്യത്തിൽ ചലിപ്പിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇവിടെ നമുക്കറിയാം, KPCC പ്രസിഡന്റിനെ മാറ്റിയപ്പോൾ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ മാറ്റിയത്, ഞാൻ എല്ലാ നേട്ടങ്ങളും മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ അഥവാ KPCC പ്രസിഡന്റിനെ മാറ്റുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുന്നതിന് കീഴ്വഴക്കം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ VD സതീശൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ലീഡറായിട്ട് നയിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അൻവറിന്റെ പ്രശ്നം വെച്ചുകൊണ്ട് അവരത് മുതലെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അൻവറിനാണെങ്കിൽ വേറൊരു താല്പര്യമുള്ളത്, അൻവർ 2025 ഉപതെരഞ്ഞെടുപ്പിനെ അല്ല കാണുന്നത്. അൻവർ ഉദ്ദേശിച്ചിരുന്നത് രാജിവെച്ച് ഒരു വലിയ പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ട് അവിടെ LDFനെ തോൽപ്പിച്ച് 2026 അദ്ദേഹം നേരിട്ട് മത്സരിക്കുക. അതുവരെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കുക. അതിനാണ് ജോയിയുടെ പേര് ആദ്യമേ തന്നെ ഒരു മുഴം മുന്നേ എറിഞ്ഞത്. അപ്പൊ നമുക്കറിയാലോ, ഒരിക്കൽ പോലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മറ്റ് ഘടകകക്ഷികൾ തീരുമാനിക്കാറില്ല. ഘടകകക്ഷി പോലും അല്ലാത്ത ഒരാളെങ്ങനെ തീരുമാനിക്കുക? ജോയ് നിന്നാലേ ജയിക്കുള്ളൂ, മറ്റാൾ സിനിമാക്കാരനല്ലേ, ആൾ സിനിമാക്കാരൻ നിന്നാൽ അയാൾക്ക് വേറെ പണിയുണ്ടല്ലോ, ആ പണിക്ക് പോയാൽ പോലെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ട് അൻവറിന്റെ താല്പര്യം എന്ന് പറയുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആ നിലമ്പൂർ മണ്ഡലം കിട്ടണം. വേറൊരു മണ്ഡലം കിട്ടാനില്ല. കാരണം കോഴിക്കോട് ജില്ലയിൽ UDFന് ഒരൊറ്റ സീറ്റും ഇല്ല. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലുള്ള വണ്ടൂര് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്, ഞാൻ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനാണ്. മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണുള്ളത്, അത് സംവരണ മണ്ഡലമാണ്. അബ്ദുറഹ്മാന്റെ സീറ്റ് അൻവറിന് കൊടുക്കാനും പറ്റില്ല. സ്വാഭാവികമായിട്ടും അവിടെ അൻവറിന് ഒരു സീറ്റും കിട്ടാത്തൊരവസ്ഥ വരും. ഇതാണ് അൻവറിന് ഇലട്ടുന്ന പ്രശ്നം. അപ്പൊ 2026 ജോയിയെ മത്സരിപ്പിച്ചിട്ട് 2025 ജോയിയെ മത്സരിപ്പിച്ചിട്ട് 2026 ജോയി മാറിക്കൊടുക്കും എന്നൊരാഗ്രഹം, എന്നൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പക്ഷെ പൂർണ്ണമായിട്ടും VD സതീശൻ വെട്ടി. അങ്ങനെ അൻവറിന്റെ ആ താല്പര്യം ഞങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് അൻവർ അല്ലാതെ അദ്ദേഹം തീരുമാനിച്ചു. അതാണ് സതീശനോടുള്ള വിരോധം. ഇപ്പൊ പിണറായിസത്തോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പിനേക്കാൾ സതീശനിസത്തോടുള്ള എതിർപ്പാണുള്ളത്. ആ സതീശനിസത്തോടുള്ള അൻവറിന്റെ എതിർപ്പിന് ആക്കം കൂട്ടാൻ അതേ താല്പര്യമുള്ള സതീശനിസത്തെ എതിർക്കുന്ന വേറെ ചില ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പരസ്യമായ രഹസ്യമാണ്. ആ താല്പര്യം കൂടി വരുന്നത്. കാരണം സതീശൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒത്തുവരികയാണ്. ഇപ്പോ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന LDFനേക്കാൾ താല്പര്യം ഈ രണ്ട് വിഭാഗക്കാണ്. അൻവറിനാണ്. രണ്ടാമത്തേത് ഈ സതീശനസത്തെ എതിർക്കുന്ന പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ. അപ്പോ ഇതൊന്നും ഒരുപക്ഷെ നിയാസിനെ പോലെ ആളുകൾ സമ്മതിക്കില്ല. കാരണം ഇതൊക്കെ ഞാൻ കെട്ടുകഥയാണെന്നൊക്കെ അവർ പറയും. പക്ഷെ നമുക്കറിയാവുന്ന രാഷ്ട്രീയം എന്ന് വെച്ചുകൊണ്ട് കൃത്യമായിട്ടും ഈ ഒരു കളി ഉണ്ട്. കാരണം സതീശനും പഴയ KPCC പ്രസിഡന്റ് തമ്മിലുള്ള ഇരിപ്പ് വെച്ച് നമുക്കറിയാം, അൻവറിന്റെ പല നിലപാടുകളോടും അയഞ്ഞ നിലപാട് കാണിക്കുന്ന, അതിനോട് ഏതാണ്ട് അൻവറൊക്കെ പറഞ്ഞ് ശരിയാണെന്ന് പറയുന്ന, അൻവറിനോട് ഇപ്പോഴും അൻവറിന്റെ നിലപാടിനെ കർക്കശമായിട്ട് എതിർക്കാത്ത ആളുകൾ കോൺഗ്രസിനകത്തുണ്ടല്ലോ. അപ്പൊ സത്യത്തിലുള്ളത് ഈ പിണറായിസത്തെ വെല്ലുവിളിക്കാൻ വന്ന അൻവർ ഇപ്പോ പിണറായിസത്തെക്കാൾ കൂടുതൽ സതീശനിസത്തെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. UDF നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൻവറിന്റെ ഈ ഇടച്ചിലാണ്. ആ ഇടച്ചിൽ മാറ്റി എടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോ
മുന്നണിയിലേക്ക് പ്രവേശനം കിട്ടുക എന്ന് പറയുന്ന ഒക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് 2026 മത്സരിക്കാൻ ഒരു സീറ്റ്, അത് പ്രത്യേകിച്ച് നിലമ്പൂർ, അത് കൊടുക്കുമെന്ന് ഉറപ്പു പറഞ്ഞാൽ മാത്രമേ അൻവർ ഈ അനുകൂലമായിട്ട് നിലപാടെടുക്കൂ. അതാണ് അൻവർ പലപ്പോഴും അസോസിയേറ്റ് മെമ്പർ ആക്കാന്ന് പറഞ്ഞാൽ സത്യത്തിൽ അധികം അംഗീകരിക്കേണ്ടതാണ്. RMP എന്ന് പറയുന്ന പാർട്ടി അൻവറിനേക്കാൾ എന്തായാലും സ്വാധീനമുള്ള പാർട്ടിയാണല്ലോ. ആ പാർട്ടി ഇപ്പോഴും അസോസിയേറ്റ് മെമ്പറാണ്, അല്ലാതെ ഫുൾ ടൈം UDF മെമ്പർ അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അൻവറിന് അതൊന്നുമല്ല പ്രശ്നം. 26 സീറ്റാണ്. ആ സീറ്റിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അത് പാളിപ്പോയി. അത് പാളാൻ കാരണം, അല്ലെങ്കിൽ അത് തട്ടിമാറ്റാൻ കാരണം അൻവർ VD സതീശനാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായിട്ട് സതീശനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മുന്നണിയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ മുന്നണിയുടെ ചെയർമാനെതിരെ കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്ക് ഇതൊക്കെ വളരെ പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളാണ്.